ആണോ എന്ന് തോന്നുമ്പോൾ പോലും ഇസ്ലാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഖുർആനും ഹദീസും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ശക്തമായി ന്യായീകരിക്കണമെന്നതായിരുന്നു തൻ്റെ ജീവിത ദൗത്യം എന്ന് അദ്ദേഹം വിചാരിച്ച പോലെയാണ് നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയുക. സയ്യിദ് മൗദൂദി എഴുതിയത്, പ്രസംഗിച്ചത് ഒക്കെ ഉറുദു ഭാഷയിലാണ്. നമ്മുടെ മുന്നിലുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ മലയാള പരിഭാഷയാണ്. മലയാളത്തിൽ ഇനിയും വരാത്ത അദ്ദേഹത്തിൻ്റെ ധാരാളക്കണക്കിന് രചനകളുണ്ട്. സയ്യിദ് മൗദൂദി അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നിർവഹിച്ച ഒരു ദൗത്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക നവജാഗരണത്തിൻ്റെതായിരുന്നു. മലയാള ഭാഷയിൽ പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ പരിസരത്ത് ചർച്ച നടക്കുമ്പോൾ സയ്യിദ് മൗദൂദി ഇനി എങ്ങാൻ എന്തോ ഒന്ന് ഇപ്പോൾ നമ്മൾക്ക് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തോ ഒരു കാര്യം എഴുതിപ്പോയിട്ടുണ്ടോ, ഇസ്ലാമിക സ്റ്റേറ്റിനെ കുറിച്ച്, ഇസ്ലാമിലെ രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ച്, അധികാരത്തെക്കുറിച്ച്, ജിഹാദിനെ കുറിച്ച് ഒക്കെ മൗദൂദി സംസാരിച്ചപ്പോൾ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ടോ എന്ന ഒരു സംശയം ചിലപ്പോൾ ആളുകൾക്ക് തോന്നാവുന്നതാണ്, പ്രത്യേകിച്ച് മൗദൂദിയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. എൻ്റെ ഇതുവരെയുള്ള വായനാനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ത്യൻ സാമൂഹ്യ പരിസരത്തു നിന്ന് പ്രവർത്തിക്കുന്ന നമ്മെ സംബന്ധിച്ച് അത്തരം യാതൊരു ആശങ്കകൾക്കും മൗദൂദി രചനകളിൽ യാതൊരു പഴുതുമില്ല എന്നുള്ളതാണ്. This is the first point I have to convey to this audience. തീർച്ചയായും സയ്യിദ് മൗദൂദി ഇസ്ലാമാണ് ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്രഷ്ടാവായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദുനിയാവിനോടൊപ്പം നമ്മൾക്ക് തന്നതാണ് നമ്മുടെ ജീവിതവും എന്നതിനാൽ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സ്രഷ്ടാവ് അവനാണ് എന്നതിനാൽ തന്നെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ബാധ്യസ്ഥരാണ് മുഴുവൻ മനുഷ്യരും എന്ന് സയ്യിദ് മൗദൂദി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും വ്യക്തിപരമായ, സാമൂഹ്യമായ, സാമ്പത്തികവും രാഷ്ട്രീയവും ഒക്കെയായ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളായിരിക്കണം ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ നമ്മുടെ സത്യാസത്യങ്ങളുടെ വിവേചകവും മാനദണ്ഡവും എന്ന് സയ്യിദ് മൗദൂദി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് സയ്യിദ് മൗദൂദിയുടെ ഒരു ആശയമല്ല, മറിച്ച് ഇത് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അവന്റെ പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിച്ച ഒരാശയമാണ്. ഈ ആശയവുമായി ഇടയുന്നവർക്ക് സ്വാഭാവികമായും സയ്യിദ് മൗദൂദിയുമായി ഇടയേണ്ടി വരും. അല്ലാത്ത ഒരു പ്രശ്നവും യഥാർത്ഥത്തിൽ സയ്യിദ് മൗദൂദി മാത്രമായിട്ട് ഉണ്ടാക്കിയതായിട്ടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ആ വിഷയത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ക്ലാരിറ്റി അതിനാൽ തന്നെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. സയ്യിദ് മൗദൂദി അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് സാധിച്ചത് ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം കാലഘട്ടത്തിന്റെ ഭാഷയിൽ അവതരിപ്പിക്കുക എന്നാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം കേവലം കുറെ തിയറികൾ പറഞ്ഞ് ഡോഗ്മാറ്റിക് ആയ ഒരു തലങ്ങളിൽ നിന്നുകൊണ്ടല്ല സയ്യിദ് മൗദൂദി കാര്യങ്ങൾ അവതരിപ്പിച്ചത്. സയ്യിദ് മൗദൂദിയോടുള്ള എൻ്റെ രണ്ടാമത്തെ ആദരവിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ബഹുമാന്യനായ മർഹൂം അബ്ദുൽ ഹഖ് അൻസാരി സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ പഴയ അമീർ, അദ്ദേഹവുമായി നടത്താറുള്ള സംഭാഷണങ്ങളിൽ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം, സയ്യിദ് മൗദൂദിയെ മറ്റു ലോക പണ്ഡിതരിൽ നിന്ന്, മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളിൽ നിന്ന് പോലും വ്യതിരിക്തനാക്കുന്ന ഒരു കാര്യം, അദ്ദേഹം തന്റെ ആശയങ്ങൾക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചു എന്നുള്ളതാണ്, ഒരു മൂവ്മെന്റ്. എന്തുകൊണ്ടാണ് അതിനെ മൂവ്മെന്റ്, പ്രസ്ഥാനം, തഹരീക്ക് എന്നൊക്കെ ഹർക്കത്ത് എന്നൊക്കെ പറയുന്നത് എന്ന് നമുക്കറിയാം. കാലഘട്ടത്തിന്റെ ഭാഷയിൽ കാലഘട്ടത്തിന്റെ മുൻഗണനകളെ മനസ്സിലാക്കി എങ്ങനെ ഇസ്ലാമിക തൗഹീദിനെ അവതരിപ്പിക്കാം എന്നുള്ളതാണ് ഒരു ഇസ്ലാമിക പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ഒരു സമഗ്രവും സമ്പൂർണവുമായ ജീവിത വ്യവസ്ഥയാണ്. ഇസ്ലാമിന്റെ ഈ ആശയത്തെ സയ്യിദ് മൗദൂദി വളരെ ശക്തമായി തന്നെ ഊന്നി സംസാരിച്ചു. വ്യക്തിപരമായ ജീവിതത്തിൽ, ആത്മീയമായ ജീവിതത്തിൽ ആളുകളെല്ലാം ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നുവെങ്കിലും മൗദൂദിക്ക് തൊട്ടു മുമ്പുള്ള 100-150 വർഷക്കാലത്തെ കൊളോണിയൽ ഭരണത്തിന്റെ സ്വാധീനം കാരണം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ചില മണ്ഡലങ്ങളിൽ മാത്രം പരിമിതമായ ചില ലൈഫിന്റെ ഫേസറ്റ്സിൽ മാത്രം പാലിക്കേണ്ട
ചില സംഗതികളാണ് എന്ന് മനസ്സിലാക്കി പോയതിനാൽ അത് ശരിയല്ല, അതല്ല യഥാർത്ഥ ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മുക്കമ്മൽ നിസാമെ ജിന്ദഗി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥയാണ്. അപ്പൊ ഇത് ആളുകൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാതൊന്നും അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഈ കൊളോണിയൽ ഭരണത്തിന്റെ എഫക്റ്റ് കാരണം മതം എന്ന് പറയുന്നത് ആരാധനകളുടെയും പൂജാപ്പാട്ടുകളുടെയും സംഘാതമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനാൽ സയ്യിദ് മൗദൂദി ഇസ്ലാമിന്റെ ആളുകൾ അവഗണിച്ച ഒരു കാര്യത്തെ കുറെ കൂടി ഊന്നി പറഞ്ഞു. തീർച്ചയായും സയ്യിദ് മൗദൂദിയുടെ ഇസ്ലാം അവതരണത്തിൽ രാഷ്ട്രീയ രംഗത്തിന് സാമൂഹ്യ രംഗത്തിനും അദ്ദേഹം ഊന്നൽ നൽകിയില്ലേ എന്ന് എന്നോടൊരാൾ ചോദിച്ചാൽ എൻ്റെ മറുപടി അതെ എന്ന് തന്നെയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി കൃത്യതയോടുകൂടി പറഞ്ഞാൽ നിയമനിർമ്മാണത്തിന്റെ മേഖലയിൽ ഇസ്ലാമിന് പങ്കുണ്ട് എന്നുള്ളത് കൊളോണിയൽ ആധിപത്യം കാരണം മറന്നുപോയ ഒരു സാഹചര്യത്തിലാണ് സയ്യിദ് മൗദൂദി അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടത്തിയത് എന്നതാണ്. അതിനാൽ അദ്ദേഹം ഈ ഒരു ഇസ്ലാമിന്റെ സമഗ്രതയെയും സമ്പൂർണതയെയും തന്റെ രചനകളിലൂടെ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചു. എന്താണ് ആധുനിക ലോകം എന്ന് പറയുന്നത്? അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു സമയത്തുള്ള 1920-കളിലെ 30-കളിലെ 40-കളിലെ ഒക്കെ ലോകാവസ്ഥ എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചു. സയ്യിദ് മൗദൂദി എന്ന് പറയുന്നത് തെറ്റുപറ്റാത്ത ഒരാളാണെന്നോ അദ്ദേഹത്തിന്റെ ഊന്നലുകൾ ഖിയാമം വരെ ആ ഊന്നലുകളായി തന്നെ നിലനിൽക്കണമെന്നോ ഒരിക്കലും നമുക്ക് അഭിപ്രായം ഉണ്ടാകേണ്ടതില്ല. കാരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണം അനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തെറ്റുപറ്റാത്ത പാപസുരക്ഷിതനായിട്ടുള്ള ഒരാൾ. മറിച്ച് മറ്റുള്ള ഏത് മനുഷ്യരുടെയും വീക്ഷണങ്ങളിൽ മാനുഷികമായ അവരുടെ ഏറ്റക്കുറച്ചിലുകൾ തീർച്ചയായും ഉണ്ടാകാം. പക്ഷെ അത് പറയുമ്പോൾ പോലും ഇസ്ലാമികമായ അടിസ്ഥാനങ്ങളിൽ താൻ ജീവിക്കുന്ന ലോകത്തെ സമയത്ത് നോക്കിക്കാണണമെന്ന കാര്യത്തിലുണ്ടായിരുന്ന മൗദൂദി സാഹിബിന്റെ ഒരു അൺകോംപ്രമൈസിങ് പൊസിഷൻ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല. അതാണ് സയ്യിദ് മൗദൂദിയുടെ ഒരു പ്രാധാന്യം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അങ്ങനെ മൗദൂദി തീർച്ചയായും സാമൂഹ്യ രംഗത്തെ കുറിച്ച് അദ്ദേഹം പഠിച്ചു. അദ്ദേഹം ആധുനിക ലോകത്തെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളുടെ നാരായ വേരുകൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം അനലൈസ് ചെയ്തു. 20-കളിലൊക്കെ അദ്ദേഹം അതിനെ സംബന്ധിച്ച 1920-കളിൽ അദ്ദേഹം അത് സംബന്ധിച്ച പഠനങ്ങൾ നടത്തി. 20-കളുടെ അവസാനമായപ്പോഴേക്ക് ജിഹാദ് എന്ന് പറയുന്ന പുസ്തകം എഴുതി. ആ പുസ്തകത്തിന് തീർച്ചയായും അന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യവുമായി വളരെ വലിയ ബന്ധമുണ്ടായിരുന്നു. സ്വാമി ശ്രദ്ധാനന്ദൻ കൊല്ലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മഹാത്മാഗാന്ധി അടക്കമുള്ള ആളുകൾ ഇസ്ലാമിൽ വാളിന്റെ സ്വാധീനം ഇപ്പോഴും ഉണ്ട് എന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുകയും അതേ തുടർന്ന് മൗലാന മുഹമ്മദ് അലി ഡൽഹി ജുമാ മസ്ജിദിൽ വെച്ച് ആരാണ് ജിഹാദിനെ പറ്റി ഒന്ന് വിശദീകരിച്ചുകൊണ്ട് എഴുതാൻ ആരാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യം കേട്ട് എഴുന്നേറ്റ് നിന്ന ചെറുപ്പക്കാരനായിരുന്നു സയ്യിദ് മൗദൂദി. തീർച്ചയായും അദ്ദേഹം ജീവിച്ച അദ്ദേഹത്തിന്റെ രചനകൾ രൂപം കൊണ്ട ഒരു കാലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാന ഘട്ടമാണ്. ഖിലാഫത്തിന്റെ തകർച്ച സംഭവിക്കുന്ന 1920-കളുടെ ആദ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏകദേശം കൗമാരത്തിലാണ്. 30-കൾ 40-കളിലൊക്കെ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യം, ലോക സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ധാരാളമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്നാം ലോക മഹായുദ്ധം 1914 ഉണ്ടാകുന്നു. അതേ തുടർന്ന് ഖിലാഫത്തിന്റെ തകർച്ചയുണ്ടാകുന്നു. പിന്നീട് 1930-കളിൽ ഒക്കെ ആയിട്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനം രൂപം കൊള്ളുന്നു. കോൺഗ്രസും അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നു. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം സംഭവിക്കുന്നു. അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഈ ഒരു കാലത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് സയ്യിദ് മൗദൂദിയെ തീർച്ചയായും നമുക്ക് പഠിക്കുക സാധ്യമല്ല. അതിനാൽ സയ്യിദ് മൗദൂദി കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് ധാരാളം എഴുതി. നല്ലൊരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. തർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന തന്റെ പത്രത്തിലൂടെ അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ ഒക്കെ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം ധാരാളമായി എഴുതുന്നുണ്ട്.
മുസൽമാൻ ഔർ മൗജൂദി സിയാസി കശ്മകശ്, മുസ്ലിങ്ങളും സമകാലിക രാഷ്ട്രീയ വടംവലികളും എന്ന പേരിൽ അദ്ദേഹം എഴുതിയ തുടരൻ പരമ്പര തഹരീക്ക് ആസാദി ഹിന്ദ് ഔർ മുസൽമാൻ എന്ന പേരിൽ പിന്നീട് 1950-കൾക്ക് ശേഷം അത് പുസ്തക രൂപത്തിൽ പാകിസ്ഥാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്ത് നിലയുറപ്പിച്ച രണ്ട് വിരുദ്ധപക്ഷങ്ങളിൽ നിലയുറപ്പിച്ച മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും അദ്ദേഹം അതിനിശ്ചിതമായി അദ്ദേഹം പഠനത്തിന് വിധേയമാക്കുന്നുണ്ട്. അതേ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഖുതുബാത്ത് എന്ന് പറയുന്ന മൗദൂദി സാഹിബ് മുമ്പ് പത്താൻകോട്ടിൽ ചെയ്ത പ്രസംഗം നിങ്ങൾ പലരും ധാരാളം പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. അതിൽ അദ്ദേഹം ഈ സാമൂഹ്യ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് പഞ്ചാബിലെ സാധാരണക്കാരായ മഹാഭൂരിപക്ഷവും കൃഷിക്കാരോ പട്ടാളക്കാരോ ആയിട്ടുള്ള ഒരു ജനസമൂഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ടാണ്. അതിൽ അദ്ദേഹം എന്താണ് ഇസ്ലാം എന്ന ആളുകളെ പഠിപ്പിക്കാൻ അതിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ രചനകൾ രൂപം കൊണ്ട ഒരു സാഹചര്യം എന്ത് എന്നുള്ളതാണ്. അങ്ങനെ 40കളുടെ അവസാനമായപ്പോഴേക്ക് ഇന്ത്യ ഏതായാലും വിഭജിക്കും എന്ന് ഉറപ്പായി. ഈ ഉറപ്പായ സമയത്ത് ഇതിനു മുമ്പ് 1941 ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് അദ്ദേഹം രൂപം കൊടുക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന ഒറ്റ സംഘടന, ജമാഅത്തെ ഇസ്ലാമി എന്നാണ് അന്ന് അതിന്റെ പേര്. അതിന് രൂപം കൊടുക്കുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അദ്ദേഹം 1920കളുടെ അവസാനം തൊട്ട് നിരന്തരമായി എഴുതി പണ്ഡിതന്മാരെ കണ്ട് നമ്മളുടെ ഈ ദീനിന്റെ ഷഹാദത്ത് എന്ന് പറയുന്ന, ദീനിന്റെ സാക്ഷ്യം എന്ന് പറയുന്ന, ഖിലാഫത്ത് എന്ന് പറയുന്ന ഉത്തരവാദിത്വം നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആളുകളെ കണ്ട് ആരും ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത പശ്ചാത്തലത്തിലാണ് 1941 ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം ലാഹോറിൽ വെച്ച് ഒരു പണ്ഡിതന്മാരുടെ യോഗം ചേരുന്നതും അതിൽ അദ്ദേഹം വെച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, ആ ഒരു കാലത്ത് നടത്തിയ പ്രസംഗമാണ് നമുക്ക് സത്യസാക്ഷ്യം എന്ന പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഞാനൊരു സംഘടനയ്ക്ക് വേണ്ടി സംഘടന ഉണ്ടാക്കാൻ വന്നതല്ല, മറിച്ച് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അംറു ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ എന്ന് പറയുന്ന ഉത്തരവാദിത്വം മറ്റാരും നിർവഹിക്കാത്തത് കൊണ്ട് എഴുന്നേറ്റ് നിന്നതാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതിമനോഹരമായ പുസ്തകവും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാം എന്താണ് എന്ന് ഒരു മുസ്ലിമിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വളരെ ചെറിയ ഒരു പുസ്തകമാണ് അത് എന്ന് ഞാൻ പറയും. പലപ്പോഴും ഞാൻ വ്യക്തിപരമായി അതിന്റെ കോപ്പികൾ ധാരാളമായി സൂക്ഷിക്കുകയും സൗഹൃദബന്ധം സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഞാൻ എൻ്റെ സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ധാരാളം പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുള്ള 2 പുസ്തകങ്ങളാണ്. ഒന്ന് സത്യസാക്ഷ്യവും ഖുതുബാത്തും. അപ്പോൾ അത്തരം ശീലങ്ങളൊക്കെ നിങ്ങൾക്കൂടെ ഉണ്ടാവുന്നത് കുറെ കൂടി നല്ല രീതിയിൽ ദീനുൽ ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യാൻ നിങ്ങളെ പര്യാപ്തരാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 6 പ്രാവശ്യമാണ് ഞാൻ ഖുതുബാത്ത് എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിൽ വായിച്ചിട്ടുള്ളത്. 7ാമത് പ്രാവശ്യം ഞാനത് ഉറുദു ഭാഷയിലും കൂടെ ഞാൻ വായിച്ചു. പിന്നീട് എപ്പോഴും വായിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ കിട്ടുന്ന വല്ലാത്തൊരു ഗ്രന്ഥമാണ് ഖുതുബാത്ത് എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഖുറം മുറാദ് സാഹിബ് അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പിന് വേണ്ടി അദ്ദേഹം എഴുതിയ ഒരു ആമുഖമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുസ്തകം എനിക്ക് കണ്ണീരോടുകൂടി അല്ലാതെ പലപ്പോഴും എനിക്ക് ആ പുസ്തകം എനിക്ക് വായിച്ചു തീർക്കാൻ കഴിയാറില്ല. കാരണം ഈ പുസ്തകം മുന്നിൽ വെക്കുമ്പോൾ ഈ പുസ്തകം കാരണം അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്രമാത്രം ആളുകൾക്ക് കടന്നു വരാനാണ് ഈ പുസ്തകം പര്യാപ്തമാക്കിയത് എന്ന് ഒരു ചിന്ത എനിക്ക് വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ആനുഷംഗികമായി സന്ദർഭമായി പറഞ്ഞതാണ് ആ വിഷയം. അപ്പൊ അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിച്ചു. പക്ഷെ ഇതിലെ രാഷ്ട്രീയ രംഗം വളരെ കലുഷിതമാവുകയും ഇന്ത്യയുടെ വിഭജനം ഉണ്ടാവും എന്ന് തീർച്ചപ്പെടുകയും ചെയ്ത സന്ദർഭത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി 3 സ്ഥലങ്ങളിലായി അഖിലേന്ത്യാ തലത്തിൽ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അതിൽ ഒരു സമ്മേളനം നടന്നത് മദ്രാസിലാണ്. എന്നാൽ വിഭജനത്തിന് ശേഷം ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്ന ഒരു രാജ്യത്ത് ബാക്കിയാകാൻ പോകുന്ന മുസ്ലിങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് സയ്യിദ് മൗദൂദി നടത്തുന്ന പ്രസംഗമാണ് സയ്യിദ് മൗദൂദിയുടെ മദ്രാസ് പ്രസംഗം എന്ന് പറയുന്നത്. അത് പുസ്തക രൂപത്തിൽ അങ്ങനെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ റൂദാദ് ജമാഅത്തെ ഇസ്ലാമിയിൽ നിങ്ങൾക്ക് അത് വായിക്കാൻ കഴിയുന്നതാണ്. പ്രബോധനത്തിന്റെ ഏകദേശം ഒരു 9 കൊല്ലം മുമ്പുള്ള ഒരു സമയത്ത് അതുമായി അതിന്റെ പ്രസംഗം പൂർണ്ണമായ രൂപത്തിൽ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. ഈ സീരീസിലെ 2ാമത്തെ ഒരു സമ്മേളനം നടക്കുന്നത് ആണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം എന്ന് പറയും. ഈ സമ്മേളനത്തിൽ സയ്യിദ് മൗദൂദി ചെയ്യുന്ന പ്രസംഗമാണ് ഈ പുസ്തകം. ഇതാണ് പുതിയ പുസ്തകത്തിന്റെ കവർ.
മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം എന്ന് പറയുന്നത് ആ പുസ്തകത്തെ പറ്റി അദ്ദേഹം ഈ വിഷയങ്ങളെ, ഈ 3 വിഷയങ്ങളെയും താത്വികമായി വിശകലനം ചെയ്യുന്ന വളരെ ആഴത്തിലുള്ള ഒരു പുസ്തകമാണ് ഇത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ല, ഇതൊരു പ്രസംഗമാണ്. ഈ പ്രസംഗം അദ്ദേഹം നടത്തുന്നത് ഈ പുസ്തകത്തിന്റെ തന്നെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ പിന്നീട് പാകിസ്ഥാന്റെ ഭാഗമാകാൻ പോകുന്ന ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. വിഭജനം ഉറപ്പായ ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഭാഗമാകാൻ പോകുന്ന പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന പ്രവർത്തകരോടാണ് ഈ പ്രസംഗം മൗദൂദി ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആളുകൾ പലപ്പോഴും മൗദൂദി ഇതിൽ പറയുന്ന വിഷയങ്ങളെയൊക്കെ അതിലെ വാചകങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ഇത് ആണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ജനാധിപത്യത്തോടും മതേതരത്വത്തോടുമുള്ള നിലപാട് എന്ന് ആളുകൾ വിമർശിക്കാറുണ്ട്. ഈ പുസ്തകം, ഈ പ്രസംഗം ആദ്യമായി പബ്ലിഷ് ചെയ്യുന്നത് ഉറുദു ഭാഷയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പൈഗാം, ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന പേരിൽ പബ്ലിഷ് ചെയ്തു. യഥാർത്ഥത്തിൽ വിഭജിതമായ ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉറുദു ഭാഷ ഇന്ത്യയിലും സംസാരിക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായും ഇന്ത്യയിൽ ഉറുദു ബെൽറ്റിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന പേരിൽ പുസ്തകം പബ്ലിഷ് ചെയ്തു. അതൊരു തെറ്റായിരുന്നു എന്നാണ് ഞാൻ പറയാം. അതൊരു ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല, അനാവശ്യമായ ഒരു കാര്യമായിരുന്നു. ആ പേരിലല്ല ഇവിടെ ആ പുസ്തകം പബ്ലിഷ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഇത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്കുള്ള സന്ദേശമല്ല, പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിക്കുള്ള സന്ദേശമാണ്. പക്ഷെ മൗദൂദി രചനകളാണ് ആദ്യകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാന പ്രവർത്തനോർജം എന്നതിനാൽ തീർച്ചയായും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. അത് മലയാളത്തിലേക്കും അതേ പേരിൽ തന്നെ പരിഭാഷപ്പെടുത്തി, ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന പേര്. പിന്നീടാണ് ഇതിനെ മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം എന്ന പേരിൽ ഇതിനെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിനാൽ ഈ പുസ്തകത്തിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത്, വെറും മുസ്ലിം ഭൂരിപക്ഷ രാജ്യമല്ല, ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഒരു രാജ്യം രൂപീകരിക്കണമെന്നുള്ള ശക്തമായ ആവശ്യം ഉന്നയിക്കപ്പെട്ടതിനെ തുടർന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിലെ ജനങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രസംഗം നടത്തുന്നത്. പാകിസ്ഥാൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്കറിയാം. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ഹോംലാൻഡ് എന്ന പേരിലാണ് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പാകിസ്ഥാൻ യാ ഖബറിസ്ഥാൻ, പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബറിസ്ഥാൻ, പാകിസ്ഥാൻ കാ മത്ലബ് ക്യാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം, അതിന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ നാട്ടിൽ പോലും പാകിസ്ഥാന് അനുകൂലമായി നടന്ന സമരങ്ങളിൽ 5 ഇഞ്ച് കത്തി കൊണ്ട് കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഇസ്ലാമിന്റെ പേരിൽ സ്ഥാപിതമാകുന്ന ഒരു രാജ്യത്ത് സ്വാഭാവികമായും എന്ത് വേണം, അവിടെ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വേണം അവിടുത്തെ രാജ്യത്തിലെ വ്യവസ്ഥ നടപ്പിലാക്കാൻ എന്നുള്ളതാണ് സയ്യിദ് മൗദൂദി ഇതിൽ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഇസ്ലാമുമായി യോജിക്കുന്ന യാതൊരു പോയിന്റുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ രൂക്ഷമായ ശൈലിയിൽ ഇദ്ദേഹം പറയുന്നത് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ ആളുകൾ അഡ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്തൊക്കെയാണ്? ഇത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉള്ള ഒരു അവസ്ഥയാണ്. എന്നാ 2ാം ലോക മഹായുദ്ധം അവസാനിച്ചത്? എന്നാണ് കൃത്യമായ വർഷം പറയണ്ടേ? ഏകദേശം ഉത്തരല്ലേ? ഒരാള് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട് 1945. 45-ലാണ്. 1945-ലാണ്. ഓക്കെ, ഞാൻ ചാറ്റ് ശ്രദ്ധിച്ചില്ല. 45-ലാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്. 1ാം ലോകമഹായുദ്ധവും 2ാം ലോകമഹായുദ്ധവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയത്വത്തിന്റെ കെടുതികൾ വളരെ രൂക്ഷമായി അനുഭവപ്പെട്ട ഒരു കാലമാണ്. സയ്യിദ് മൗദൂദി ഈ പുസ്തകത്തിലൊന്നും അല്ല യഥാർത്ഥത്തിൽ ദേശീയത്വത്തെ പറ്റി പറഞ്ഞത്. ഇതിൽ മനസ്സിലാക്കേണ്ടത് സയ്യിദ് മൗദൂദി ഇതിൽ പറയുന്നുണ്ട്, ഞാന് ദേശീയത്വത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ നാഷണാലിസത്തെയാണ് ഞാൻ എതിർക്കുന്നത്, നാഷണാലിറ്റിയെ അല്ല. കാരണം ഏതൊരു മനുഷ്യനും അവരവർ ജീവിക്കുന്ന നാടിനോട് സ്നേഹം തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്, അത് ഉണ്ടാവേണ്ടതാണ്. ഒരിക്കലും നമ്മുടെ നാടിനെ ഭരിക്കേണ്ടത് അന്യ നാട്ടുകാരല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തിയത്. സയ്യിദ് മൗദൂദിയിൽ പറയുന്നുണ്ട് അതൊരു മനുഷ്യന്റെ പ്രകൃതിപരമായ ഒരു ചോദനയാണ്, അതിനെ നിഷേധിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ നാഷണലിസം, ഇപ്പോൾ ശശി തരൂർ വളരെ അടുത്ത കാലത്ത് കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹം പുറത്തിറക്കിയ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, നാഷണലിസം പാട്രിയോട്ടിസം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു പുസ്തകം, എക്സാക്ട് നെയിം ഞാൻ ഓർക്കുന്നില്ല. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. നാഷണലിസം എന്ന് പറയുന്നത് നല്ലതും ചീത്തയും ഉണ്ട്. സയ്യിദ് മൗദൂദ് പറയുമ്പോഴാണ് ആളുകൾ അതിനെ കുറിച്ച് പ്രശ്നമാണെന്ന് പറയാം.
നേരത്തെ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതോ അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞതോ മാത്രമല്ല ഞാൻ പറയുന്നത്. ഈ 2020 ശശി തരൂരും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. നാഷണലിസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് ആളുകളെ അത് ഒരു ആധിപത്യത്തിന് കീഴിൽ, തങ്ങളുടെ ഒരു നാഷണാലിറ്റിയുടെ ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരുവാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തും. ഇപ്പോൾ രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഭരണത്തിലെത്തി കഴിഞ്ഞിരിക്കുന്ന ഹിന്ദുത്വ നാഷണലിസ്റ്റുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശശി തരൂർ അത് പറയുന്നുണ്ട്. അത്രേ സെയ്ദ് മൗദൂദിയും പറഞ്ഞിട്ടുള്ളൂ. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് യൂറോപ്പിൽ ഉണ്ടായിത്തീർന്ന, അതിന് കാരണമാവുന്നിടത്ത് യൂറോപ്പിലുണ്ടായ നാഷണലിസത്തിന്റെ ഇൽ എഫക്ട്സ്, അതുപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിന് തൊട്ടു മുമ്പായിട്ട് സ്ലോവാക്കുകള്, മഗ്യാറുകള് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സബ് നാഷണാലിറ്റീസ് യൂറോപ്പിൽ ഉണ്ടായിത്തീർത്ത പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഗുരുതരമായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരാൾക്ക് ദേശീയത്വം എന്ന് പറയുന്നത് ഇത്ര വലിയ പ്രശ്നമാണ് എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. അതിനൊപ്പം ദേശസ്നേഹമില്ല, നാടിനോട് സ്നേഹമില്ല, നാട് വേണ്ട എന്ന് പറയുന്നു എന്നല്ല. അപ്പോൾ അത് സന്ദർഭത്തിൽ നടത്തി മാറ്റി സെയ്ദ് മൗദൂദ് ദേശീയത്വം പ്രശ്നം, സെയ്ദ് മൗദൂദ് മാത്രമല്ല ദേശീയത്വം പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബോധ്യം നമ്മൾക്ക് വേണം. കാരണം ആളുകളുടെ 2 മഹായുദ്ധങ്ങൾക്ക് കാരണമായി തീർന്ന ഒരു കാര്യം ഈ ഫലസ്തീൻ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട്, ഫലസ്തീന്റെ ഇസ്രയേലുമാന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള അതിൽ ദേശീയത വഹിച്ചിട്ടുള്ള പങ്ക്, ഇത്തരം വിഷയങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നാം ആലോചിക്കുമ്പോൾ ദേശീയത എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാവുന്ന ഒരു കാര്യമായി തീരുന്നുണ്ട്. അത് സിയാസി കശ്മീരിന്റെ വോള്യം 2 അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അത്ഭുതം തോന്നും നമുക്ക്. അത് സെയ്ദ് മൗദൂദി ഹംഗറിയിൽ, ചെക്കോസ്ലോവാക്യയിൽ, പോളണ്ടിൽ, റഷ്യയിൽ ഇവിടെയൊക്കെ നടന്ന കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് സവിസ്തരം അദ്ദേഹം പറയുന്നു. ജനാധിപത്യത്തെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. മൗദൂദി ജനാധിപത്യ വിരുദ്ധനാണ് എന്ന് പറയാം. എന്താ സെയ്ദ് മൗദൂദി ഇതിൽ പറയുന്ന ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്നത്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആധിപത്യം, ജനങ്ങൾക്ക് പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം എന്നുള്ളത് ഇസ്ലാമിന് വിരുദ്ധമാണ്. അതുകൊണ്ട് സെയ്ദ് മൗദൂദിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത്ര സെയ്ദ് മൗദൂദി പറഞ്ഞിട്ടുള്ളൂ. കാരണം ഒരു കാര്യത്തിലെ തെറ്റും ശരിയും തീരുമാനിക്കാനുള്ള അധികാരം ജനങ്ങൾക്കാണ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ മുസ്ലിം സമൂഹത്തിന് ആള് ചോദിക്കും, ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അത് ദീനീ നിയമങ്ങളായിട്ട് അത് ആരെങ്കിലും പാലിക്കുമോ എന്നൊരു ചോദ്യം സാധാരണ മുസ്ലിം സമൂഹത്തിന് ചോദിക്കാറുണ്ട്. ആ ചോദ്യം ശരിയാണ്. പക്ഷെ പ്രയോഗതലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഭരണാധികാരികൾ എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത്, ആ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ദീനീ നിയമങ്ങളെ മറികടന്നുകൊണ്ട് നടപ്പിലാവുന്നു എന്നതാണ്. ഒരു ഉദാഹരണം പറയാം. മുത്തലാഖുമായി ബന്ധപ്പെട്ട്, മുത്തലാഖ് തെറ്റാണ് എന്ന് പറയുന്ന, ശരിയല്ല എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിലെ ഒരു പക്ഷം, അതേസമയം മുത്തലാഖിൽ ഒരു കുഴപ്പമില്ല, ദീനിൽ അത് നടപ്പുള്ളതാണ് എന്ന് പറയുന്ന ഒരു മഹാഭൂരിപക്ഷം വേറെയാണ്. പക്ഷെ മുത്തലാഖ് ഇപ്പോൾ ക്രിമിനൽ കുറ്റമായി ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. അത് ദീനിന് യോജിച്ചതാണോ അല്ലേ? അതിനോട് മുസ്ലിമായ ആള് എന്ത് സമീപനം ആണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്? ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട പലിശ. നമ്മൾ എത്ര ആഗ്രഹിച്ചു കഴിഞ്ഞാലും പലിശയിൽ നിന്ന് മുക്തമായിട്ട് ഒരു സാമ്പത്തിക പ്രവർത്തനം നടത്താൻ സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയാണ് നമ്മെ സംബന്ധിച്ച് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ളത്. ഇങ്ങനെ ആധിപത്യം വാഴുന്നവർ, അത് ജനങ്ങളുടെ ആധിപത്യമായാലും ഒരു വ്യക്തിയുടെ ആധിപത്യമായാലും, എല്ലാ ആധിപത്യങ്ങളും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാവണം എന്ന് ഇസ്ലാമാണ് പറഞ്ഞത്, അല്ലാതെ സെയ്ദ് മൗദൂദി പറയുന്നതല്ല. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഇസ്ലാം പറയാത്ത ഒന്നും സെയ്ദ് മൗദൂദി പറഞ്ഞിട്ടില്ല ജനാധിപത്യവുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകളുമായി ബന്ധപ്പെട്ട, നിങ്ങൾ CPM-ന്റെ ഒക്കെ ഭരണഘടനകൾ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതില് നിങ്ങൾക്ക് കാണാൻ പറ്റിയ പ്രൊലിറ്റേറിയൻസിന്റെ എന്ന് പറഞ്ഞാൽ ഈ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ സമഗ്രാധിപത്യമാണ് തങ്ങളുടെ പ്രവർത്തന ലക്ഷ്യം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഏകാധിപത്യം എന്ന് വേണമെങ്കിൽ പറയാം. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും ആവശ്യമില്ല. അടിസ്ഥാനപരമായി ജനാധിപത്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ ഭാഗമല്ല. അതേസമയം സെയ്ദ് മൗദൂദി, ഇത് വിഭജിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യയിൽ നിന്നാണല്ലോ ഈ പ്രസംഗം അദ്ദേഹം നടന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? തിയോ ഡെമോക്രസി എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. കാരണം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രതിസന്ധി ഉണ്ട് കേട്ടോ. ഇസ്ലാമിനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്ന എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോ മതം എന്നൊരിക്കലും നമ്മൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം പൊതുവെ മനസ്സിലാക്കപ്പെടുന്ന അർത്ഥത്തിലുള്ള ഒരു മതമല്ല. മതം എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഇറ്റ്സ് എ പ്രൈവറ്റ് അഫെയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്നുള്ളതാണ്.
അങ്ങനെയല്ലല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ദീൻ എന്ന് തന്നെ പരമാവധി നമ്മൾ പറഞ്ഞു. ഇസ്ലാം എന്ന് പറയുന്നത് ദീനാണ്. ദീൻ എന്നുള്ളതിന് മനസ്സിലാവാൻ വേണ്ടി മതം എന്നോ റിലിജിയൻ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടാകുന്ന മൗദൂദിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ മർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാം. ആളുകൾക്ക് പീപ്പിൾ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് ഒരു മതം എങ്ങനെയാണ് ഒരു സാമൂഹ്യ രംഗത്ത് ഇടപെടുന്നത് എന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് മതം വരുമ്പോഴേക്ക് പ്രശ്നമാവും എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി സാമൂഹ്യ രംഗത്ത് ഇടപെടുക എന്ന് പറയാണ്. നിങ്ങൾ ആലോചിച്ചു, ജമാഅത്തിനെ പറ്റി ഞാൻ തമാശാപൂർവ്വം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്തിലും മുഖമൂടിയാണ്. സാമൂഹ്യ രംഗത്ത് മുഖമൂടി, ക്യാമ്പസിൽ മുഖമൂടി, മാധ്യമരംഗത്ത് മുഖമൂടി, മനുഷ്യന്മാരോട് ചിരിക്കുക, വർത്തമാനം പറയുക, കളിക്കുക, ഇതിൽ പോലും മുഖമൂടി എന്ന് പറഞ്ഞാൽ ജനിച്ചത് മുതൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുഖമൂടി അഴിക്കാൻ സമയമല്ല, മരിക്കുന്നവരെ. യഥാർത്ഥത്തിൽ അത്തരം മുഖമൂടിയെ കുറിച്ച് തന്നെയല്ലേ നമ്മൾ മുഖം എന്ന് പറയാ. കാരണം എപ്പോഴും നമ്മുടെ മുഖത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു സംഗതിയാണല്ലോ അത്. ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ മുൻവിധികൾ, വംശീയ മുൻവിധികളുണ്ട്. എന്നോടൊപ്പം തന്നെ അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയുണ്ട് ഒരു മതം, ഇസ്ലാമിന്റെ ഒരു ജൈവികത എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ സയ്യിദ് മൗദൂദി പറഞ്ഞു, ഞാൻ പറയുന്ന ഇസ്ലാമിന്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾ അതിനെ ഇസ്ലാം വേണം അധികാരത്തിൽ ഇരിക്കുന്നതിന്റെ ഗുണദോഷങ്ങളെയും മാനദണ്ഡങ്ങളെയും തീരുമാനിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഇത് തിയോക്രസി അല്ലേ? സയ്യിദ് മൗദൂദിന് തിയോക്രസി അല്ല. തിയോക്രസി എന്ന് പറഞ്ഞാൽ ചർച്ചിന് പരമമായ ആധിപത്യം ഉണ്ടാകുന്ന, പുരോഹിതന്മാർ ആധിപത്യം വാഴുന്ന സംഗതി, അതേ അവർക്ക് പരിചയമുള്ളൂ. അപ്പൊ സയ്യിദ് മൗദൂദി നിങ്ങൾ കാര്യം ചെയ്തോളൂ, വേണമെങ്കിൽ അതിനെ തിയോ ഡെമോക്രസി എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് സയ്യിദ് മൗദൂദി ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പടച്ചവൻ ഉണ്ട്, അതേസമയം ജനങ്ങളുടെ ആധിപത്യമുണ്ട്. പക്ഷെ ജനങ്ങളുടെ ആധിപത്യം എന്ന് പറയുന്നത്, ജനങ്ങളുടെ അധികാരം എന്ന് പറയുന്നത് ഒരു പരിധിയിൽ ഈ അള്ളാഹുവിന്റെ നിയമങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു ആധിപത്യമായിരിക്കും. അതേസമയം ഇതല്ലാത്ത, പരിധികളില്ലാത്ത ജനങ്ങളുടെ അധികാരം എന്ന് പറയുന്നത് നശിപ്പിക്കും എന്ന് ഇസ്ലാം പറഞ്ഞുകൊണ്ട് സയ്യിദ് മൗദൂദി ഈ പ്രസംഗത്തിലും അത് തന്നെ പറഞ്ഞു. എടുത്തത് മതേതരത്വമാണ്. എന്താ മതേതരത്വം? നമ്മള് ഇന്ത്യൻ കോൺടെക്സ്റ്റ് സംസാരിക്കുമ്പോൾ എപ്പോഴും മതനിരപേക്ഷത എന്ന വാക്കാണ് കുറച്ചും കൂടെ ഉപയോഗിക്കാൻ നല്ലത്. കാരണം സ്റ്റേറ്റിന് പ്രത്യേകിച്ച് ഒരു മതം ഉണ്ടായിരിക്കില്ല, എല്ലാ മതങ്ങളും വിൽ ബി ട്രീറ്റഡ് ഈക്വലി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് മതനിരപേക്ഷത എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മതത്തിന് യാതൊരു റോളും ഇല്ല പബ്ലിക് ലൈഫിൽ എന്നുള്ളതാണ്. അങ്ങനെ പറ്റുമോ ദീനുൽ ഇസ്ലാമിൽ? പറ്റില്ലല്ലോ. കാരണം ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ വ്യക്തിപരവും സാമൂഹ്യവുമായ മുഴുവൻ മേഖലകളിലും റോളുള്ള ഒരു ജീവിത പദ്ധതിയാണ് ഇസ്ലാം എന്നുള്ളത്. സ്വാഭാവികമായി മൗദൂദി എന്ത് ചെയ്തു? ഇസ്ലാമിന് വിരുദ്ധമായതുകൊണ്ട് ആ മതേതരത്വവും നമ്മൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ പറഞ്ഞതിനർത്ഥം വേറെ മതങ്ങളെ ഒന്നും ജീവിക്കാൻ അനുവദിക്കില്ല എന്നോ, അവരെ എല്ലാവരും കൊന്നുകളയെന്നോ, അവരെല്ലാവരും നശിപ്പിക്കപ്പെടേണ്ടവരാണെന്നോ? ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആളുകൾ പലപ്പോഴും സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങളെയൊക്കെ കണക്കാക്കിയിട്ടാണ് ആളുകൾ മുസ്ലിം രാജ്യം എന്ന് പറഞ്ഞാൽ ആളുകൾക്കുണ്ടാവുന്ന ഒരു ധാരണ. മറ്റൊന്ന്, കാത്തലിക് ചർച്ച്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, ഇവരൊക്കെ ആധിപത്യമുള്ള സമയത്ത് ചെയ്ത് തങ്ങളല്ലാത്ത ഒരാളെയും ഇവരാരും വെച്ച് പൊറുപ്പിച്ചിട്ടില്ല തങ്ങളുടെ നാട്ടിൽ. അതേസമയം പ്രവാചകന്റെ മദീന കാലഘട്ടം തൊട്ട് അതിനുശേഷം വന്ന ഉമവികളുടെ കാലഘട്ടം, അബ്ബാസികളാവട്ടെ, ഒട്ടോമൻ ഖാലിഫേറ്റ് ആവട്ടെ, ഇവിടെ വന്ന മുഗൾ ഭരണമാവട്ടെ, ഇവിടെയൊക്കെ നിങ്ങൾ കാണാൻ കഴിയും ആ മുസ്ലിങ്ങൾ ധാരാളമായി അന്തസ്സോടുകൂടി ജീവിക്കുക. ബാഗ്ദാദിൽ അബ്ബാസി കാലഘട്ടത്തിന്റെ ഏറ്റവും സുവർണ കാലഘട്ടത്തിൽ അവിടെ 25ഓളം വലിയ ജൂതന്മാർക്കുള്ള ദീനി മദാരിസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജൂതന്മാർക്ക് അവിടെ വലിയ പൊസിഷൻസ് ഉണ്ടായിരുന്നു. ഇതുപോലെ 1700 കൊല്ലം മുസ്ലിങ്ങളുടെ ആധിപത്യം ഉണ്ടായിരുന്ന സ്പെയിനിലും ഇങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ. അതിനാൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ, ഇസ്ലാമിന്റെ ഒരു ആധിപത്യം വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ മറ്റാരുമില്ലാത്ത നമ്മുടെ SFI മാത്രമുള്ള ക്യാമ്പസുകളെ പോലെയുള്ള ഏകവിളത്തോട്ടങ്ങൾ ഉണ്ടല്ലോ, അതുപോലെയാവും എന്നാണ് അവർ വിചാരിക്കുന്നത്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനാൽ സയ്യിദ് മൗദൂദി പറഞ്ഞു, മതങ്ങളെ പൊതുജീവിതത്തിൽ പ്രവേശിപ്പിക്കാത്ത മതേതരത്വം എന്ന് പറയുന്നത് നമ്മൾക്ക് പറ്റില്ല. ഈ പ്രസംഗത്തിൽ പറയുന്നതിന്റെ ആധാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ആ ദീനിൽ നിന്നോട് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റില്ല? ഞങ്ങളുടെ പൊതുരംഗത്ത് മതം വേണ്ട എന്ന് പറയാൻ പറ്റുകയില്ല.
എന്ന് പറഞ്ഞ മൗദൂദി ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത് വളരെ കോൺഫിഡന്റ് നോട്ടിലാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അതും അദ്ദേഹത്തിന്റെ എതിരാളികൾ പ്രശ്നമാക്കാറുണ്ട്. ഇതിന്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമുസ്ലിം സഹോദരങ്ങളോട് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, അനന്തരം നിങ്ങളുടെ ആചാര്യന്മാരുടെ ശിക്ഷണങ്ങളിൽ പരതി നോക്കുക. പ്രസ്തുത 3 തത്വങ്ങൾക്ക് അനുസൃതമായ ഒരു രാഷ്ട്രം, ആധുനിക യുഗത്തിലേക്ക് പറ്റിയ പരിഷ്കൃതവും പുരോഗമനോന്മുഖവുമായ ഒരു രാഷ്ട്രം നടത്താൻ ആവശ്യമായ വല്ല സവിസ്തര നിർദ്ദേശങ്ങളും അവയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് മൗദൂദി ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുക ഇല്ല. കാരണം പൂർണ്ണമായ അവസ്ഥയിലല്ല നിങ്ങളുടെ കാര്യങ്ങളിലുള്ളതൊക്കെ, ഗ്രന്ഥങ്ങളിലുള്ളതൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായും ഇസ്ലാം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലാത്തതുകൊണ്ട്, അതെല്ലാവർക്കും ഉള്ളതായതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടി നിങ്ങൾ ആലോചിക്കണമെന്ന അങ്ങേയറ്റത്തെ ആത്മവിശ്വാസം കലർന്ന ഒരു സംസാരത്തോടു കൂടിയാണ് അദ്ദേഹം ഈ സംസാരം അവസാനിപ്പിക്കുന്നതെന്നാണ് പുസ്തകത്തിൽ നമ്മൾ കാണാൻ കഴിയും. അപ്പൊ എനിക്ക് നിങ്ങളോട് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്, സയ്യിദ് മൗദൂദി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആത്മവിശ്വാസം, അദ്ദേഹത്തിന്റെ സെൽഫ് എസ്റ്റീം, അത് സമുദായത്തിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ നല്ല രീതിയിൽ ഉണ്ടാവണമെന്ന ആഗ്രഹിച്ച രീതിയിലുള്ള പ്രവർത്തനവും അതിനു വേണ്ട പ്രബോധനവും രചനകളും ഒക്കെയാണ് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതേസമയം മൗദൂദി എന്ന് പറയുന്നത് തെറ്റുപറ്റാത്ത ഒരു മാനസവുമായ ആളാണ് എന്നും നമ്മൾ പറഞ്ഞത്. നിരീക്ഷണങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസിലൊക്കെ മാനുഷികമായ പരിമിതികൾ ഉണ്ടായിട്ടുണ്ടാകും. സയ്യിദ് മൗദൂദി ദീനുൽ ഇസ്ലാമിന്, ദീനിന് സ്റ്റേറ്റ് എന്നർത്ഥം പറഞ്ഞത് അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിലാണ്. ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ അർത്ഥം പറയണമോ എന്നൊരാൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഡിബേറ്റബിൾ ആണ് എന്ന് പറയും. അതേസമയം സയ്യിദ് മൗദൂദി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം എഴുതിയ സന്ദർഭത്തെക്കാൾ കൂടുതൽ പ്രസക്തവും ഇപ്പോഴല്ലേ എന്ന് തോന്നാറുണ്ട്. ജിഹാദ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആദ്യത്തെ 2 ചാപ്റ്ററുകൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അധികാരാധിപത്യം മനുഷ്യജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ, നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അധികാരമുള്ളവന്റെ എന്ത് പൊട്ടത്തരവും എന്ത് വിഡ്ഢിത്തരവും ആളുകൾ അംഗീകരിച്ചു കൊടുക്കുകയും അത് ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിക്കുകയും ചെയ്തൊരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തീർച്ചയായും ഈ കാലത്ത് ഇസ്ലാമിക പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പഠന വിഷയമാണ്, സോഴ്സാണ്, ഇൻസ്പിറേഷനാണ് സയ്യിദ് മൗദൂദി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. അദ്ദേഹത്തിന്റെ സംസാരം അവസാനിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒക്കെ പങ്കുവെക്കാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു സമയമാണ്. പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക. പറഞ്ഞാല് പാർട്ടി എന്നുള്ളത് മൗദൂദി പറഞ്ഞല്ലോ, അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ എന്ന് ഖുർആനിലാണുള്ളത്. ഹിസ്ബുല്ലാഹിയും ഹിസ്ബു ഷൈത്താനും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി എന്ന് ദീനുൽ ഇസ്ലാമിനെ പറ്റി പറഞ്ഞത് തെറ്റാണ് എന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സയ്യിദ് മൗദൂദിയുടെ ഖുതുബാത്ത് നിങ്ങൾ വീണ്ടും വായിക്കാം. നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു വാചകം, ആളുകൾ പലപ്പോഴും അതിലെ ഉദ്ധരണികൾ, അതിന്റെ ഫോട്ടോസ്റ്റാറ്റ്, അതിന്റെ കോപ്പിയൊക്കെ എടുത്തിട്ട് ഒരു പേജ് കൊണ്ടുവന്നിട്ടാണ് വായിക്കുക. അതിന് മുമ്പും പിമ്പും കൂടെ നമ്മൾക്ക് വായിക്കുകയാണ്. ദീൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ പൂർണ്ണാർത്ഥത്തിൽ സ്ഥാപിക്കപ്പെടണം. അതിലാർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? മുസ്ലിങ്ങൾക്ക് ഒരു കൂട്ടർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് എങ്ങനെയാണ് സ്ഥാപിക്കപ്പെടേണ്ടത്? അത് സ്ഥാപിക്കപ്പെടുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ വിഷയം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന 40കളിൽ സയ്യിദ് മൗദൂദി ഇത് ചെയ്യുന്ന 40കളിലുള്ള അവസ്ഥ എന്താണ്? നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് രൂപം കൊള്ളുന്ന ഒരു അവസ്ഥയാണ്. പുതിയ സ്വതന്ത്ര രാജ്യങ്ങളിലെ കൊളോണിയലിസത്തിന്റെ രാജ്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാമൂഹ്യ രംഗത്ത് ഒരു കാര്യം, ഒരു വ്യവസ്ഥ സ്ഥാപിതമാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഭരണകൂടം വരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സയ്യിദ് മൗദൂദി തുടക്കത്തിൽ ഒരുപക്ഷെ ഹുക്കൂമത്തെ ഇലാഹിയ എന്ന വാക്ക്, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇവിടെ ഇന്ത്യയിൽ കുടുങ്ങിയത് കൊണ്ട് മാറ്റിയതാണെന്നൊരു തെറ്റിദ്ധാരണ പലരും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, അതിനു മുമ്പേ അത് മാറ്റിയിട്ടുണ്ട്. കാരണം കുറെ കൂടി ഖുർആനികമായ ഒരു സംജ്ഞ ഉപയോഗിക്കണമെന്ന അമീൻ ഹസൻ ഇസ്ലാഹിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം കണ്ടുപിടിച്ച വാക്കാണ് എന്നാണ് ജമാഅത്തിന്റെ ഹിസ്റ്ററി വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. ഇഖാമത്തുദ്ദീൻ എന്നൊരു വാക്കിലേക്ക് മാറി. അപ്പോൾ അന്ന് ദീൻ സ്ഥാപിക്കപ്പെടുക, ഒരു വ്യവസ്ഥ സ്ഥാപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എപ്പിറ്റോം, അതിന്റെ ഒരു ഏറ്റവും കൂടിയ രൂപം, അതിന്റെ ഒരു ഉന്നതി എന്ന് പറയുന്നത് എന്താണ്? ഒരു അധികാരം സ്ഥാപിതമാവുന്ന ഒരു നാഷൻ സ്റ്റേറ്റിന്റെ അധികാര രൂപമാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് എന്നുള്ള ഒരു സംജ്ഞയിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞത്.
പക്ഷെ ഗവൺമെന്റുകളെ സംബന്ധിച്ച സങ്കല്പങ്ങൾ മാറി വരുന്നുണ്ട്. നാഷൻ സ്റ്റേറ്റുകളെ സംബന്ധിച്ച സങ്കല്പങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നാഷൻ സ്റ്റേറ്റുകളിൽ രൂപം കൊണ്ട ഗവൺമെന്റുകൾ തന്നെ മറ്റു പല ആധിപത്യങ്ങളിലൂടെയും മറ്റു പല സ്വാധീനങ്ങളിലൂടെയും കോർപ്പറേറ്റുകളെ പോലെയുള്ള ഒക്കെ സ്വാധീനങ്ങളിലൂടെ വരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ അപ്പോഴും ആധിപത്യം ആർക്കായിരിക്കണം? അള്ളാഹുവിനായിരിക്കണം എന്നുള്ളത് ദീനുൽ ഇസ്ലാമിന്റെ ഒരു ബേസിക് സംഗതിയാണ്. അതിൽ സെയ്ദ് മൗദൂദിക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല. അത് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രാജ്യം സ്ഥാപിക്കുക, ഇനി അതിലും ഒരു വളരെ കൃത്യമായ ഒരു ക്ലാരിറ്റി ആളുകൾ ചിലപ്പോൾ പറഞ്ഞു പരത്താറുള്ളത് സെയ്ദ് മൗദൂദി അങ്ങനെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. ആ അധികാരം എങ്ങനെയാണ്? എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് അധികാരം വാങ്ങണമെന്ന അല്ല. ഇസ്ലാമി ഹുക്കുമത്ത് ഇസ് തര കായിം ഹോത്തി ഹെ എന്ന് പറയുന്ന സെയ്ദ് മൗദൂദി ഈ വിഷയത്തിൽ തന്നെ നടത്തിയൊരു പ്രസംഗം പിന്നീട് ബുക്കായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക ഗവൺമെന്റ് എങ്ങനെ നിലവിൽ വരുന്നു അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് എങ്ങനെയാണ് ഇത് ഇസ്ലാമിക് ഗവൺമെന്റ് വരിക? ആദ്യം വ്യക്തി മാറും, വ്യക്തി മാറുമ്പോൾ കുടുംബം മാറും, കുടുംബം മാറുമ്പോൾ ചെറിയ ഇലാക്ക, ചെറിയ പ്രദേശങ്ങൾ മാറും. ഇത് കൂടിയിട്ടുള്ള നാട്, രാജ്യം, ലോകം, അങ്ങനെയാണ് ക്രമപ്രവൃത്തമായ മാറ്റം ഉണ്ടാവും. ഈ മാറ്റങ്ങളെ കുറിച്ച് സെയ്ദ് മൗദൂദി പറഞ്ഞത് ഗൈറു ഇൻഖിലാബ് എന്നാണ് അദ്ദേഹം ഉറുദുവിൽ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ രക്തരഹിതമായ ഒരു വിപ്ലവം. വ്യക്തികൾ മാറിക്കൊണ്ട് ആ വ്യക്തികളാൽ ഉണ്ടാകുന്ന ഒരു മാറ്റം ലോകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് വളരെ കൃത്യമായിട്ട് അത് സെയ്ദ് മൗദൂദി ഒരിക്കലും അധികാരത്തിനോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അധികാരം പിടിച്ചെടുക്കുന്നതിനെ പറ്റി ഒരിടത്തും സെയ്ദ് മൗദൂദി പറഞ്ഞിട്ടില്ല. യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം മീ. അത് നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്ക് പറയാവുന്നതാണ്. പക്ഷെ ഖുത്ബാത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗത്തിൽ എന്ത് പറയുന്നുണ്ട്? ഈ ഒരു കോണ്ടന്റ് ആളുകളെ ബോധ്യപ്പെടുന്നതിനായി, കൺവിൻസ് ചെയ്യുന്നതിനായി ഇതാണ് എന്ന വിഷയം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സെയ്ദ് മൗദൂദിയോട് പിന്നീട് പല പ്രാവശ്യം ഒളിപ്പോര് നടത്തുന്നതിനെ കുറിച്ച്, അട്ടിമറി പ്രവർത്തനം നടത്തുന്നതിനെ കുറിച്ചൊക്കെ ജമാഅത്ത് നിരോധിച്ച സന്ദർഭത്തിൽ ചോദിച്ചപ്പോൾ പോലും മൗദൂദി അത് പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഈ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം അയ്യൂബ് ഖാൻ അദ്ദേഹത്തെ ജമാഅത്തിനെ നിരോധിച്ച സമയത്ത് അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം നടത്തിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചൂഹാക്കി കാംഹേ എന്നാണ്. എന്നാല് എലി ഉണ്ടല്ലോ, തൊരപ്പൻ, ഇതാണ് ഭൂമിക്കടിയിൽ പണിയെടുക്കുക, നമ്മൾ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം നടത്തേണ്ടത്. ഇത്ര ക്ലാരിറ്റി സെയ്ദ് മൗദൂദിയെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അധികാരം അള്ളാഹുവിന്റെ ആധിപത്യത്തിന് കീഴിൽ അല്ലെങ്കിൽ ഫിത്ന ഉണ്ടാകും, അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ സെയ്ദ് മൗദൂദി പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ വിചാരിക്കുകയോ പേടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നത്. ഈ പേടിക്കാൻ ഞാൻ പറയുന്നതിന്റെ കാരണം ചിലപ്പോൾ നമ്മളിങ്ങനെ തോന്നും, ഇങ്ങനെ ഇവിടെ എന്തോ ഒന്ന് കുടുങ്ങിയിട്ട് ഉറുദുവിൽ പബ്ലിഷ് ചെയ്യാത്ത ഏതോ ഒരു ബുക്കിൽ മൗദൂദി പറഞ്ഞിട്ടുണ്ടോന്ന്. ഒന്നുമില്ല. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉറുദു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നല്ലൊരു ശതമാനം സ്ഥലത്ത് ആളുകൾക്ക് വായിക്കാൻ കഴിയുന്ന ഭാഷയാണ്. മലയാളത്തിൽ വന്നില്ല എന്ന് വിചാരിച്ച ആളുകൾ വിവരമൊന്നും അറിയാതിരിക്കില്ല. ഓക്കെ, നമ്മള് പറഞ്ഞല്ലോ മതേതരത്വം, ദേശീയ, അതിന് പകരം വെക്കുന്ന നിങ്ങളെ സൗണ്ട് കേൾക്കണില്ല. മൗദൂദി മതേതരത്തിന് അനുസരണം, മനുഷ്യത്വം, ജനാധിപത്യം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതില് ഇപ്പൊ ഈ ഇസ്ലാമിക പറയുമ്പോഴേ നമുക്കത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലിയർ ആവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാം, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്താലും മതി കേട്ടോ. ടൈപ്പ് ചെയ്താൽ ഒന്നും ഉണ്ടാവും. അതിനിടയ്ക്ക് വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ? മൗദൂദി രാജ്യം വേണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മൗദൂദിയെ കുറിച്ച് ആധികാരികമായി പറയാം, എങ്ങനെയെങ്കിലും ഭരണം പിടിക്കണം സെയ്ദ് മൗദൂദി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിലാണല്ലോ ഈ പ്രശ്നം വരുന്നത്. അത് എങ്ങനെയെങ്കിലും ഭരണം പിടിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ മാറ്റത്തിന് ശ്രമിക്കണം. ഈ മാറ്റം കാരണം ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുകയാണ് ഇവിടെ മാറണം, അപ്പോൾ മാറിയാൽ മതി. ഇങ്ങനെ സെയ്ദ് മൗദൂദി പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും സെയ്ദ് മൗദൂദിയെ പറ്റി പറയാൻ കഴിയുകയില്ല. അതേസമയം ഭരണവ്യവസ്ഥകളെ മാറ്റണം എന്ന് സെയ്ദ് മൗദൂദി പറഞ്ഞിട്ടുണ്ട്. അത് അട്ടിമറിയിലൂടെയാണ്, അധികാരം പിടിക്കാനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ ഏറ്റെടുക്കാൻ പോകുന്നത്? ഈ നിരന്തരമായ പ്രചരണം നടക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത്, ഞാനതുകൊണ്ടാണ് ഈ പുസ്തകത്തിനെ പറ്റി പറഞ്ഞത്, ഇസ്ലാമി ഹുക്കുമത്ത് ഇസ് തര കായിം ഹോത്തി ഹെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഗവൺമെന്റ് എങ്ങനെ നിലവിൽ വരുന്നു. 1944 സെയ്ദ് മൗദൂദി അലിഗഡിൽ നടത്തുന്ന ഒരു പ്രസംഗമാണത്. എന്നാൽ വിഭജനത്തിന് ശേഷം ഇവിടെ ഇന്ത്യയിൽ കുടുങ്ങിപ്പോയതുകൊണ്ട് എന്തെങ്കിലും നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് അല്ലെന്ന് ഞാൻ പറയുന്നത്. എന്നാൽ സെയ്ദ് മൗദൂദിയുടെ രചനകളിൽ എങ്ങനെയാണ് ഈ
ഒരു വ്യവസ്ഥ മാറേണ്ടത്. ഇസ്ലാം വന്നാലേ ലോകത്ത് റബ്ബന ആതന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ എന്നുള്ളത് കൊണ്ട് അത് ഇസ്ലാമിന്റെ പ്രശ്നമാണ്. അത് നമ്മൾ മൗദൂദിന്റെ പേരിൽ ചാർജ് പ്രത്യേകം ഏൽക്കേണ്ടതില്ല. അത് ശരിയാണ്. ഞാൻ അതന്നെ തുടക്കത്തിൽ പറഞ്ഞ ഇതിന്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മൗദൂദ് ഇസ്ലാം കൊണ്ടേ പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ എന്ന് സയ്യിദ് മൗദൂദി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതിനാൽ ഇസ്ലാം കൊണ്ടോ മതം കൊണ്ടോ പരിഹരിക്കപ്പെടില്ല എന്ന് പറയുന്ന ഒരാളുമായി അല്ലെങ്കിൽ ഒരു ആശയവുമായി സയ്യിദ് മൗദൂദി ഈസ് ഓൾവേസ് ഇൻ കോൺഫ്രണ്ടേഷൻ. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ സയ്യിദ് മൗദൂദി എന്താ പറഞ്ഞത്? ആളെ പോയിട്ട് എങ്ങനെ അധികാരം പിടിക്കണം എന്ന അല്ല, നിങ്ങൾ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയോട് നിങ്ങൾ മറ്റേ മദ്രാസ് പ്രസംഗം ഒന്ന് വായിക്കണം. അതിൽ മൗദൂദി പറയുന്നത് എന്താ അറിയോ? ആളുകൾ പറയുന്നത് മൗദൂദിയിൽ നിന്ന് നമ്മൾ ഇപ്പോഴും വിട്ടിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ മൗദൂദിൽ നിന്ന് അന്നേ വിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കാറുള്ളത് കേട്ടോ. മദ്രാസ് പ്രസംഗത്തിൽ മൗദൂദി പറഞ്ഞിട്ട് നിങ്ങൾ ഈ അധികാരത്തിലെ സ്ഥാനങ്ങൾക്കും സംവരണത്തിനും ഒന്നും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രത്യേകമായി നിങ്ങൾ ശ്രമിക്കാൻ പോകരുത്. അത് ഓൾറെഡി മറ്റേ അപകടത്തിലായ നിങ്ങളുടെ പൊസിഷനെ കൂടുതൽ അപകടപ്പെടുത്തും എന്നൊക്കെ സയ്യിദ് മൗദൂദി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് സയ്യിദ് മൗദൂദി അധികാരം എന്ന് പറയുന്നത് കണ്ടത്, അത് നിങ്ങൾ ക്യാമ്പസിലൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കാം ആളുകളോട്. അതിന്റെ മൗദൂദിയുടെ പ്രചരണത്തിന്റെ പ്രബോധനത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ സംഭവിക്കാവുന്ന സംഗതിയാണ്. പക്ഷെ ഈ പൊസിഷൻ വളരെ ക്ലിയർ ആയിരുന്നു. അതാണ് സയ്യിദ് മൗദൂദിയും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള അല്ലെങ്കിൽ മറ്റേ ഏകാധിപതികളും തമ്മിലൊരു വ്യത്യാസം. ഇസ് ഇറ്റ് ക്ലിയർ? എന്ന് പറഞ്ഞാൽ സയ്യിദ് മൗദൂദിയെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാം, ഇന്ന് എന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സയ്യിദ് മൗദൂദി ഒരിക്കലും അധികാരം എങ്ങനെയെങ്കിലും കരസ്ഥാക്കാനുള്ളതല്ല. അധികാരം മാറണമെന്ന് നാട്ടിലൊരു വ്യവസ്ഥ മാറി വരുമ്പോൾ മാറ്റണം, അത്രേ സയ്യിദ് മൗദൂദി പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അല്ല നിങ്ങൾക്ക് ആർക്കും തെളിയിക്കാൻ കഴിയില്ല. ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ ഈ 40കളിലാണ് ജമാഅത്തെ ഇസ്ലാമി രൂപം കൊള്ളുന്നത്. എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര രാജ്യങ്ങൾ രൂപം കൊണ്ടിരിക്കുകയാണ് കൊളോണിയലിസത്തിൽ നിന്ന് മുക്തമായിക്കൊണ്ട്. സ്വതന്ത്ര രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തിൽ പരിചയമില്ല, കോളനി രാജ്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ നേരത്തെയുള്ള രാജാധിപത്യം അല്ലെങ്കിൽ തിയോക്രസി ഉള്ള രാജ്യങ്ങൾ മാത്രമാണ് ലോകത്തിന് പരിചയമുള്ളത്. അപ്പൊ അത് അധികാരം ആർക്കാവണം എന്നുള്ള ഒരു ചർച്ച സ്വതന്ത്ര രാജ്യങ്ങൾ ഫോം ചെയ്യുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കൂട്ടർ പറയുന്നു എന്ത്, തൊഴിലാളി കമ്മ്യൂണിസത്തിന്റെ സമഗ്രാധിപത്യം എന്ന് പറഞ്ഞാൽ അതൊരു ഏകാധിപത്യമാണല്ലോ, അതൊരു ജനാധിപത്യമല്ലല്ലോ, അത് നടക്കണം എന്ന് പറയുന്നു ഒരു കൂട്ടർ. വേറെ കൂട്ടർ എന്ത് പറയുന്നു, നമ്മൾക്ക് ജനങ്ങൾക്ക് മാത്രം ആധിപത്യമുള്ളൊരു സംഗതി നടക്കണം എന്ന് പറയുന്നു. ആ സമയത്താണ് സയ്യിദ് മൗദൂദി എന്ന് പറഞ്ഞത് അള്ളാഹുവിനായിരിക്കണം ആധിപത്യം. അള്ളാഹുവിന് ആധിപത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹ് നേരിട്ട് ഇവിടെ വന്ന് ഭരിക്കുക എന്നുള്ള നിലക്കല്ല. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റുകൾ എന്തായിരിക്കണം എന്ന ഒരു സങ്കല്പത്തെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന 40കളിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നാണ് സയ്യിദ് മൗദൂദി എന്ന് പറയുന്നത് ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്നത്. അത് ഉടനെ തന്നെ മാറ്റുന്നതും എന്തുകൊണ്ടാണ്? ഈ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ചില പ്രശ്നങ്ങളുണ്ട്, കുറെ കൂടി ഖുർആനികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണമല്ലോ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ എന്ന് വിചാരിച്ചാണ് പിന്നീട് ഇഖാമത്തുദ്ദീൻ എന്ന് മാറ്റുന്നത്. ഒരു മുഖംമൂടിയില്ല എന്ന് ഞാൻ പറയാം. ഇത്രയും സത്യസന്ധന്മാരായിട്ടുള്ള ഒരു സംഘത്തെ കാണാൻ കഴിയുമോ? ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ ഒരു വിഷമാണ്. ഇറ്റ്സ് എ ബിഗർ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഹോണ്ടിങ് മീ ഓൾവേസ്, എസ്പെഷ്യലി നൗ ഡേയ്സ്. നമ്മളുടെ ഒരു പരാജയം എന്ത് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് നല്ലൊരു സാധനം നമ്മളുടെ കയ്യിൽ ഉണ്ടായിട്ട് വി ആർ അണേബിൾ ടു മാർക്കറ്റ് ഇറ്റ്, or at least we are unable to present it. അത് കഴിയുന്നില്ല. നിങ്ങൾക്ക് ആലോചിച്ചോളൂ, നിങ്ങൾക്ക് നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഹിന്ദുവിനോടോ ഒരു ക്രിസ്ത്യാനിയോടോ എപ്പോഴെങ്കിലും ഒരു ദേഷ്യമോ അയാളെ ഹിന്ദു ആണെന്ന കാരണത്താൽ ക്രിസ്ത്യൻ ആണെന്ന കാരണത്താൽ തോന്നിയിട്ടുണ്ടോ? ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഒരു ജമാഅത്തുകാരന് എപ്പോഴും ഒരു ജമാഅത്തുകാരന്റെ ഒരു മനസ്സ്, ഒരു മൗദൂദിസ്റ്റിന്റെ മനസ്സുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മറ്റേ ആളോട് ഒരു സഹാനുഭൂതിയുള്ള സ്നേഹമുള്ള ഒരു മനസ്സുണ്ടാവും. അപ്പൊ പറയാം അതും മുഖംമൂടിയാണ്. എന്തിന്? ശരിയാണ്, അത് മുഖംമൂടിയാണെന്ന് വെച്ചാൽ അത് മുഖംമൂടിയാണ്. കാരണം തൂത്തി ഉക്കുലഹ കുല്ല ഈനിം ബിഇസ്നി റബ്ബിഹ എന്ന് അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചു പോയി. എന്താ പറയാ, എപ്പോഴും അത് അതിന്റെ സത്ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. കലിമത്തുൻ ത്വയ്യിബ മനസ്സിൽ ഉൾക്കൊണ്ടാൽ സൂറത്ത് ഇബ്രാഹിമില് അള്ളാഹ് പഠിപ്പിച്ചതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരാളെ കണ്ടാൽ ചിരിക്കും, ഒരാളെ കണ്ടാൽ വീട്ടിലേക്ക് വിളിക്കും, അയാൾക്ക് ജ്യൂസ് വാങ്ങിക്കൊടുക്കും, അയാൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കും. ഇതൊക്കെ പ്രശ്നമാണെന്നാ പറയുന്നത്. ഇപ്പൊ നിങ്ങളെ പറ്റി പറയുന്ന പ്രധാന പരാതി നിങ്ങളെല്ലാവരും ആങ്ങളാർക്കും വേണ്ടിയിട്ട് എന്താ പറയാ ക്രിസ്ത്യൻ കുട്ടികളെ വളച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് എന്നാണല്ലോ. അപ്പോ ആളുകളെ കാരണം എനിക്ക് അതിലും നമ്മളൊരു ഒരു മൗദൂദിയൻ ഇതിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പതി നമുക്ക് അവരോട് തോന്നണം. കാരണം ആളുകൾ ചിരിക്കുക, ആളുകൾ വെറുതെ സ്നേഹിക്കുക, ആളുകള് മനസ്സ് തുറന്നു കൊടുക്കുക, സാമ്പത്തിക സഹായം ചെയ്യുക, ഇതൊക്കെ വെറുതെ ചെയ്യുമെന്ന് വിചാരിക്കാൻ കഴിയാത്ത വിധം ദുഷിപ്പാണ് ലോകത്തുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ അനുഭവങ്ങളെ കുറിച്ച്, എനിക്കത് നിങ്ങളോട് പറയാം, നമ്മുടെ അനുഭവങ്ങൾ പറയാം. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി, ഞാൻ ഈ മാധ്യമങ്ങളിലൊക്കെ വരുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ചർച്ച എങ്ങനെ പുരോഗമിക്കും, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി അല്ലേന്ന്.
ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അത്ര ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഞാൻ എന്നോട് ചോദിച്ച ഒരാൾ ഞാൻ പറയുന്ന മറുപടി ഉണ്ട്. ഞാൻ അനുഭവിച്ച ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എൻ്റെ ബാപ്പാനാണ് ഞാൻ ആദ്യം കാണുന്ന ജമാഅത്തെ ഇസ്ലാമി. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നുണ പറയുന്നത് കണ്ടിട്ടില്ല, അദ്ദേഹം നുണ പറയുന്നത് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാളെ കാണാനും അനുഭവിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ജമാഅത്താണ് അതിന്റെ കാരണമെങ്കിൽ അതിന്റെ അനുഭവമാണ്, നമ്മളുടെയൊക്കെ അനുഭവമാണല്ലോ ജമാഅത്ത്. അതുകൊണ്ട് നമുക്ക് വേറെ ആൾ എന്ത് പറഞ്ഞാലും നമുക്ക് അതിനെ ഡിനൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത് മുഖമൂടിയല്ല. ലോകം അത്രയും ദുഷിച്ചതായതുകൊണ്ട് എല്ലാവരും അവരവരുടെ പ്രിസങ്ങളിലൂടെ ലോകത്തെ കാണാൻ ശ്രമിക്കുന്നത് കൊണ്ട് അവർക്ക് ആ കളറാണ് ലോകത്തിന് തോന്നുന്നത് എന്നതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രതിസന്ധി. പെട്ടെന്ന് ഒരാൾക്ക് ഉണ്ടാവുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എൻ്റെ വായനയിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഒബ്സർവേഷൻ എത്താൻ പറ്റിയിട്ടില്ല. മാത്രമല്ല സയ്യിദ് മൗദൂദി എല്ലാവരും ഇപ്പൊ അംബേദ്കറെ കണ്ടതോ കാണാൻ ശ്രമിച്ചതോ ആയിട്ട് എൻ്റെ വായനയിൽ എവിടെയും എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽ വന്നില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല കേട്ടോ. അതേസമയം ഗാന്ധിജിയുമായിട്ട് എന്താ പറയുക, ഗാന്ധിജി ഒരു ജമാഅത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന 1946-46 തോന്നുന്നു, പാട്നയിൽ നടന്ന സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഗാന്ധിജി അതിൽ എന്നെ ആകർഷിച്ചൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ നേതാക്കന്മാർക്കും ഒന്ന് കത്തുകൾ അയച്ചു ജമാഅത്ത്. പക്ഷെ അംബേദ്കറുടെ പേര് പ്രത്യേകമായി പരാമർശിക്കപ്പെട്ട് കണ്ടില്ല. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് നേതാവ് എന്നുള്ള ഗാന്ധിജിക്കും അയച്ചു. ഗാന്ധിജി അങ്ങനെ വരാമെന്ന് പറഞ്ഞു. കോൺഗ്രസിലെ ഹിന്ദു നേതാക്കന്മാർ തടയാൻ ശ്രമിച്ചു. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി അവിടുത്തെ വർഗീയ കലാപങ്ങളിൽ ജാതി മതമൊന്നും നോക്കാതെ ആളുകളെല്ലാവരെയും സഹായിച്ചത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഗാന്ധിജി നിർബന്ധമായും പങ്കെടുക്കണമെന്ന് പറയുകയും അങ്ങനെ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ പങ്കെടുക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജിയോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്റ്റേജിൽ പ്രത്യേകമായിട്ട് ഒരു ഇരിപ്പിടം ഉണ്ടായിരിക്കുകയില്ല. ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാസ് ലീഡറാണ്. ആളോടെ പറഞ്ഞു, നിങ്ങൾക്ക് സ്റ്റേജിൽ പ്രത്യേകമായിട്ട് ഒരിടം ഉണ്ടായിരിക്കുകയില്ല. 2, നിങ്ങളുടെ കൂടെ എപ്പോഴും 2 സ്ത്രീകൾ ഉണ്ടാവാറുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് സഹായികളായി. മനു, ആബ എന്ന 2 സ്ത്രീകൾ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ സമ്മേളനം ഹിജാബ് പാലിച്ചുകൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ഇരിപ്പിടങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താങ്കളുടെ കൂടെ ഉണ്ടാവുന്ന സ്ത്രീകളുടെ ഭാഗത്ത് ഇരിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു. അത് അങ്ങനെ പറയണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ പറയാൻ കഴിയാന്നുള്ളത് അതും ഗാന്ധിജിയെ പോലെ ഒരാളോട് പറയാൻ കഴിയുന്നു എന്നുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. അതായത് മൗദൂദി ശരിയെന്ന് വിശ്വസിച്ച്, ജമാഅത്ത് ശരിയെന്ന് വിശ്വസിച്ച സംഗതിയെ നല്ല ഭാഷയിൽ എന്ന് വിചാരിച്ച് ഗാന്ധിജി വരാതിരുന്നില്ലല്ലോ. അവിടെയാണ് എന്താ പറയാ നമ്മൾക്ക് അതിൽ പഠിക്കാനുള്ള പാഠം എനിക്ക് തോന്നുന്നത്. ഗാന്ധിജി അങ്ങനെ ബാക്കി നേതാക്കന്മാരെ കണ്ടതുമായി ബന്ധപ്പെട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, കാണാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്നൊക്കെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതല്ല, മൗദൂദിയിൽ നിന്നുകൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിൽ, സ്വതന്ത്ര ഇന്ത്യയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാവണം, നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥ കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് ശ്രമങ്ങളാണ് നടക്കേണ്ടത് എന്നുള്ള ആലോചനകളുടെ ഭാഗമാണല്ലോ ഫ്രറ്റേണിറ്റി ഒക്കെ ഉണ്ടാവുന്നതിന്റെ ഒരു ഇത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലഘട്ടത്തിന്റെ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യുൽപ്പന്ന മതിത്വം. അപ്പൊ ആളുകൾ പറയും അതിങ്ങനെ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് അടുത്ത ഒരു രംഗം വരാനുണ്ട്, അതിലൊരു ഹുക്കുമത്തയിലായി ഇങ്ങനെ വരുന്നു. അങ്ങനെയൊന്നും അല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്, നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്. അല്ലാതെ ഇതിന്റെ ഒക്കെ ഒരു അന്തിമഘട്ടത്തിൽ ഒരു സീനായിട്ട് ഒരു ഇസ്ലാമിക വ്യവസ്ഥ വരും, അതോടുകൂടി ശുഭം നാടകം അവസാനിച്ചു എന്നുള്ള രീതിയിലാണ് എന്ന് വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എൻ്റെ ഇതിലിപ്പോ 31 പേരുണ്ട്, തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു 41 പേരുണ്ടായിരുന്നു. ഇതിൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത, ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവാത്ത, കേൾക്കാൻ അറിയാത്ത എത്ര പേരുണ്ടാവും? സംസാരിക്കാൻ അറിയാത്ത എത്ര പേരുണ്ട് എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിരിയിലുണ്ട് എന്നുള്ള മറുപടി. പക്ഷെ ഇപ്പോഴൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ധൈര്യപൂർവ്വം സംസാരിക്കില്ല? അത് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാ? അല്ല. സംസാരിക്കുക എന്ന് പറയുന്നത് അത് ഇറ്റ്സ് എ ഡിഫറെന്റ് ആർട്ട്. അത് നമ്മൾ ആ സംഗതി അറിഞ്ഞാൽ മാത്രം പോരാ. അത് വേറെ തന്നെ. നമ്മുടെയൊക്കെ കോളേജുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ ഇംഗ്ലീഷ് മീഡിയത്തിലാണല്ലോ ക്ലാസ്. എത്ര പേരുണ്ട് ഇംഗ്ലീഷിൽ മര്യാദക്ക് ഒരു നന്ദി പ്രകടനം പോലും നടത്താൻ പറ്റുന്നവർ? ഒരു പ്രശ്നമാണ്. ആളുകൾ കംഫർട്ടബിൾ ആവില്ല അത്ര തന്നെ ഉള്ള ഒരു കാര്യങ്ങളിൽ. പിന്നെ അറബിയിൽ എഴുതുക എന്നുള്ളത് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് വെറുതെ തെറ്റിദ്ധരിക്കുക കേട്ടോ. ഈ ഉറുദുവിൽ എഴുതലാണ് അറബിയിൽ എഴുതുന്നതിനേക്കാൾ വലിയ ഒരു കാര്യം എന്ന് ഞാൻ പറയാം. കാരണം ഇറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലസ് പ്ലേസ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് ഉറുദുവിലാണ്. അറബിയിലുള്ള ആളുകളെക്കാൾ കൂടുതലുണ്ട്. അത് നിങ്ങൾ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ കോൺട്രിബ്യൂഷൻ വെച്ച് ഷാ വലി ദഹ്ലവി മുതലുള്ള കാലം വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ അറബിയില് പക്ഷേ നിങ്ങൾ തഫീമുൽ ഖുർആൻ എന്ന് വായിച്ചു നോക്കും, സുന്നത്തിന്റെ പ്രാമാണികത നിങ്ങൾ വായിക്കും. ഞാൻ സുന്നത്തിന്റെ പ്രാമാണികതയോളം വലിയ ഈ സുന്നത്തിനെ പറ്റിയുള്ള അത്ര മനോഹരമായ ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കൊടുക്കാം. തഫീമുൽ ഖുർആൻ ഒന്ന് കൊണ്ടു കൊടുത്തു നോക്കുക പറയുന്ന ആളുകൾക്കൊക്കെ.
അപ്പൊ ഇതില് നമ്മളും വീണു വരരുത് കേട്ടോ. നമ്മൾ വിചാരിക്കും അറബി സംസാരിക്കാൻ അറിയില്ലെന്ന്. അറബി നമ്മളെ നാട്ടിൽ എത്ര പണ്ഡിതന്മാരുണ്ട് അറബി സംസാരിക്കാൻ അറിയുന്നവര്? എല്ലാ മുസ്ലിം സംഘടനകളിൽ നിങ്ങൾ എടുത്തക്കാർക്ക് വിവരമില്ലാത്തവരാ? ഒന്നുമില്ല. ഇന്നലെ അവസാനിപ്പിക്കില്ലേ നമുക്ക്? എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. എന്തെങ്കിലും ചോദിക്കാൻ നിർബന്ധമായിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ. എനിക്കൊരു 1 hour ഡ്രൈവിന് ശേഷം ഒരു പ്രോഗ്രാം വേറെ ഉണ്ട്. സോ എനിത്തിങ് എൽസ്? മൗദൂദി എൻ്റെ ഒരു ഇഷ്ട വിഷയം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എന്താ പറയാ മൗദൂദിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ, ഞാൻ അതിലൊരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ വളരെ എന്താ പറയാ എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയവും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളുമാണെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ് സെയ്ദ് മൗദൂദി. അവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴും എന്താവശ്യം ഉണ്ടെങ്കിൽ മൗദൂദിയെ പറ്റി എന്താ പറയാ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ നമ്പർ ഇവിടെ നമ്മുടെ ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്യാം കേട്ടോ.